ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ബജ്ജിയാണ്. ക്യാപ്സിക്കം നമുക്കിപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ കിട്ടുമല്ലോ, അപ്പോൾ നമുക്കതുകൊണ്ട് ഒരു ബജ്ജി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ കടലമാവ്, അത് ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ക്യാപ്സിക്കം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ. ഇത്രയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊരു ബൗളിലേക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. കടലമാവ് 2 കപ്പ്, അത് നമ്മൾ അതിനകത്ത് മുക്കിയിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഉപ്പിടാം. കണ്ടില്ല ഉപ്പ്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ഇത് കലക്കുമ്പോൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഒരുപാട് ലൂസാവാൻ പാടില്ല, ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ പാകത്തിനാണ്. ഞാൻ ഒരല്പം സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതേക്കണ്ട, ഇതുപോലെ കട്ടിയായിരിക്കണം, എന്നാലേ ആ ക്യാപ്സിക്കത്തിൽ ഇത് ഇരിക്കുള്ളൂ. ഇനി നമുക്ക് ക്യാപ്സിക്കം മുറിക്കാം. ഇതുപോലെ എടുക്കുക. അതിനുശേഷം അത് മുറിച്ച് അതിനകത്തെ കുരു എല്ലാം മാറ്റണം. നമുക്ക് ആ പുറത്തെ ഇത് മാത്രം മതി. ഇതുപോലെ മുറിച്ചെടുക്കാൻ നമുക്ക്. ഇതെല്ലാം എടുത്ത് കളയുക. കണ്ടില്ലേ? ഇതുപോലെ തീരെ വീതി കുറയ്ക്കാണ്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമ്മൾ ആ ബാറ്റർ തയ്യാറാക്കി വെച്ചിരുന്നില്ല, അതൊരു ഏകദേശം ഒരു അരമണിക്കൂർ വെക്കണം. സോഡാപ്പൊടി ചേർത്തുകൊണ്ട് ഞാൻ പറഞ്ഞ അരമണിക്കൂർ വെക്കണമെന്ന്. ഇനി അത് അങ്ങനെ ഇല്ലെങ്കിൽ, അതിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്, ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്കിടാം. പതയൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ സ്വാദിഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. നമ്മുടെ മുളക് ബജ്ജി, മുളക് എപ്പോഴും കിട്ടിക്കോണമെന്നല്ല, പക്ഷെ മാർക്കറ്റിൽ മിക്കവാറും ക്യാപ്സിക്കം കാണാറുണ്ട്, അവൈലബിൾ ആണല്ലോ ഇപ്പോൾ. നമുക്ക് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിടാം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതായി കഴിഞ്ഞു. കണ്ടില്ല, അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. നമ്മുടെ മുളക് ബജ്ജി പോലെ അതിൻ്റെ കളറായിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ബജ്ജി തയ്യാറാണ്.
നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക.